So now let us see the components of time series. The statistical series are usually affected by a multiplicity of causes. നമ്മൾ ടൈം സീരീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓവർ എ പീരീഡ് ഓഫ് ടൈം വേരിയബിൾസിൽ പല ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഈ ചേഞ്ചസ് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് വേരിയബിൾസിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. The change in the value of a variable related to time can be the result of a large variety of factors like change in the taste, habit, population, reduction in the cost of production, increase in the income of people. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വേരിയബിളിൽ ചേഞ്ച് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എക്സാമ്പിളാണ് നമ്മൾ ഇന്നലെ കണ്ടതാണ്, ആൾക്കാരുടെ ടേസ്റ്റ് മാറും, ഫാഷൻ മാറും, ട്രെൻഡ് മാറും, ഓക്കെ. അതുപോലെ പോപ്പുലേഷനിൽ ചേഞ്ചസ് വരുത്തും, ആൾക്കാരുടെ ഇൻകം, കയ്യിൽ കാശ് ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മൾ കൺസംഷൻ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യും. So the value of a variable changes due to interaction of such forces. These forces are interconnected and cannot be distinguished easily. അപ്പോൾ ഈ കാരണങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡുമാണ്. അത് ഏതൊക്കെയാണ് സെപ്പറേറ്റ് തരംതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാം മാറ്റം സംഭവിക്കുന്നുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഓരോ പെർട്ടിക്കുലർ റീസണും എത്ര പെർസെൻറ്റേജ് വേരിയേഷൻ വരുത്തുന്നുണ്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ടാണ്. The effect of these forces on a time series are called components of time series. ഇത്തരം ഫോഴ്സസിൻ്റെ ഇഫക്റ്റ് ടൈം സീരീസിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് നമ്മൾ ഇതെന്ന് പറയുക കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ്. അപ്പോൾ ആ കോമ്പോണൻസിന് എത്രയായിട്ട് തരംതിരിക്കുന്നുണ്ട്? സെക്കുലർ ട്രെൻഡ് എന്ന് പറയാം, സീസണൽ വേരിയേഷൻ കൊണ്ടാവാം, സൈക്ലിക് വേരിയേഷൻ, ഇറഗുലർ വേരിയേഷൻസ്. അതിലാദ്യത്തെ സെക്കുലർ ട്രെൻഡാണ്. ട്രെൻഡ് റെഫേഴ്സ് ടു ലോങ് പീരീഡ് ചേഞ്ചസ്. It shows the definite and basic tendency of the statistical data with the passage of time. ഒരു ലോങ് പീരീഡ് ചേഞ്ചിനാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയാം. അതെന്താ കാണിക്കുക? ടെൻഡൻസി ഓഫ് ദി ഡാറ്റ വിത്ത് പാസേജ് ഓഫ് ടൈം. സമയം മാറുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഡാറ്റയുടെ ടെൻഡൻസി മൂവ് ചെയ്യാനുള്ള ട്രെൻഡ് എന്താണെന്നാണ് അത് കാണിക്കുന്നത്. ഇറ്റ് ഈസ് സ്മൂത്ത്, റെഗുലർ ആൻഡ് ലോങ് ടേം മൂവ്മെൻറ്റ്. അതൊരു ലോങ് ടേം മൂവ്മെൻ്റ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ടെൻഡൻസി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ടു റൈസ് ഓർ ഫോൾ ഓർ ടു റിമെയിൻ ദി സെയിം. അപ്പോൾ പല വേരിയബിൾസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം, ചിലപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ താഴോട്ട് പോവും, ചിലപ്പോൾ അത് സെയിം ആയിട്ട് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കും. അത് പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇൻകം ഒക്കെ എപ്പോഴും അപ്വേർഡ് ടെൻഡൻസിയാണ് കാണുക, അല്ലേ? പക്ഷേ ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണുക. അപ്പോൾ അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. നമ്മുടെ മെഡിക്കൽ ഹെൽത്ത് സിസ്റ്റം ഒക്കെ വളരെ നല്ലതുകൊണ്ട് ഡെത്ത് റേറ്റ് ഒക്കെ കുറയണം, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറയണം. അപ്പോൾ അതൊക്കെയാണ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് സീസണൽ വേരിയേഷൻ ആണ്. ദീസ് ആർ ദോസ് വേരിയേഷൻസ് വിച്ച് ഒക്കർ വിത്ത് സം ഡിഗ്രി ഓഫ് റെഗുലാരിറ്റി വിത്ത് എ സ്പെസിഫിക് പീരീഡ് ഓഫ് 1 year ഓർ ഷോർട്ടഡ്. അത് ഒരു റെഗുലറായിട്ട് സീസണൽ വേരിയേഷൻ നമുക്കറിയാം. ചില സമയങ്ങളിൽ നമുക്ക് ചില സാധനങ്ങളുടെ കൺസംഷൻ കൂടും, അല്ലേ? റെയിനി സീസൺ ആകുമ്പോൾ പല പ്രൊഡക്ട്സിൻ്റെയും കൺസംഷൻ കൂടും. അതുപോലെ ഹോട്ട് സമ്മർ സീസൺ ആകുമ്പോൾ എയർ കണ്ടീഷണർ, ഫാൻ, അങ്ങനത്തെ പല ഐറ്റത്തിൻ്റെയും സെയിൽസ് കൂടും. അപ്പോൾ അതാണ് സീസണൽ വേരിയേഷൻ. ക്ലൈമാറ്റിക് കണ്ടീഷൻ, സോഷ്യൽ കസ്റ്റംസ്, അല്ലേ? നമ്മുടെ അവിടെ കർക്കിടക മാസത്തിലൊന്നും കല്യാണം അധികം നടക്കില്ല, പക്ഷേ നമുക്കറിയാം ചിങ്ങമാസമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ മാരേജ് സീസണാണ്, ഫെസ്റ്റിവൽ സീസണാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ സെയിലായാലും ജ്വല്ലറി ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്സസറീസിൻ്റെ സെയിൽ, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അത്ര ആൾക്കാർക്കൊക്കെ ബിസിനസ് കൂടുന്ന സമയമാണ്. അപ്പോൾ ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻ, സോഷ്യൽ കസ്റ്റം, റിലീജിയസ് ഫംഗ്ഷനൊക്കെയാണ് സീസണൽ വേരിയേഷന് കാരണം. The price of rice will go up in the sowing season and come down during the harvest season, അല്ലേ? നെല്ല് കൊയ്യണ സമയമാകുമ്പോൾ അതിൻ്റെ വില കുറയും, അത് വിതയ്ക്കണ സമയമാകുമ്പോൾ കുറച്ച് അപ്പോഴേക്ക് സ്കാസിറ്റി ആയിക്കൊണ്ട് അതിൻ്റെ പ്രൈസ് കൂടും. ദിസ് ഈസ് ദി സീസണൽ വേരിയേഷൻ ഇൻ കേസ് ഓഫ് പ്രൈസ് ഓഫ് റൈസ്. ഇത് റൈസിൻ്റെ എക്സാമ്പിളാണ് ഈ പറയുന്നത്. അടുത്തത് സൈക്ലിക് വേരിയേഷനാണ്. സൈക്ലിക് വേരിയേഷൻസ് ആർ പീരിയോഡിക് മൂവ്മെൻറ്റ്സ്. ദീസ് വേരിയേഷൻസ് ഒക്കർ at intervals ഓഫ് മോർ ദാൻ 1 year. ഒരു വർഷത്തിനും കൂടുതലൊക്കെ ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലായിരിക്കും സൈക്ലിക് വേരിയേഷൻസ് സംഭവിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസിനസ് സൈക്കിൾ, ഇക്കണോമിക്സിൽ ബിസിനസ് സൈക്കിൾ, ട്രേഡ് സൈക്കിളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇക്കോണമി ഏത് സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത്, പ്രോസ്പെരിറ്റി, റിസഷനാണോ, ഡിപ്രഷനാണോ, അതനുസരിച്ചിട്ട് അത് നമ്മുടെ ബിസിനസ്സിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന വേരിയബിൾസിലും അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും. ഡ്യൂറിങ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ദ ടൈം സീരീസ് ഷോ ചേഞ്ചസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സൈക്ലിക് ഫ്ലക്ച്വേഷൻ. They are visible in case of most of the business and economic activities. അപ്പോൾ എന്തൊരു ചേഞ്ച് ഇക്കോണമിയിൽ ഉണ്ടായാലും അത് ബിസിനസ്സിന്, ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. സീരീസ് റിലേറ്റിംഗ് ടു പ്രൈസസ്, പ്രൊഡക്ഷൻ, ഡിമാൻഡ് എക്സെട്ര അണ്ടർഗോ സൈക്ലിക് ചേഞ്ചസ്. ഈ പറയുന്ന പ്രൈസും പ്രൊഡക്ഷനും ഡിമാൻഡൊക്കെ എന്തുണ്ടാവും, സൈക്ലിക് ചേഞ്ചസിനെ ഇതിനൊക്കെ ബാധിക്കുന്നതാണ്.
അടുത്തത് ഇറഗുലർ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ റാൻഡം വേരിയേഷൻസ്. ദീസ് ആർ കോസ്ഡ് ബൈ അൺയൂഷ്വൽ അൺഎക്സ്പെക്റ്റഡ്. ഇറഗുലർ ആണ്, അത് ഒരിക്കലും റെഗുലറായിട്ട് വരില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പ്രതീക്ഷിക്കാണ്ട് വരുന്നൊരു മാറ്റത്തെയാണ് ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയാം. പെട്ടെന്നൊരു ഫ്ലഡ് ഉണ്ടായി, അല്ലെങ്കിൽ എർത്ത് ക്വേക്കോ സ്ട്രൈക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇറഗുലർ വേരിയേഷൻ്റെ എക്സാമ്പിളാണ്. ദീസ് ഈവൻറ്റ്സ് കോസ് സഡൻ ട്രാൻസിഷൻ ഓഫ് അഫയേഴ്സ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. പെട്ടെന്നൊരു മാറ്റമാണ് സംഭവിക്കുക, ബിസിനസ്സിലായാലും ഇക്കണോമിക് ആക്ടിവിറ്റിയിലായാലും. ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് ആർ റാൻഡം ഇൻ ദെയർ നേച്ചർ. ദ ഒക്കറൻസ് കനോട്ട് ബി പ്രഡിക്റ്റഡ് ലൈക്ക് അതർ കോമ്പോണൻസ്. അപ്പോൾ സീസൺ വേരിയേഷനോ ട്രെൻഡോ പോലെ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അടുത്തത് ആഡിറ്റീവ് ഓർ മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽസ് ഫോർ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോമ്പോണൻറ്റ്സ്. ഇപ്പോൾ രണ്ട് മോഡലിനെ പറ്റി ഇപ്പോൾ പറയുന്നുണ്ട്. നിങ്ങൾ ആ ഫോർമുലയും ആ വാല്യൂസും ഒന്നും പഠിക്കേണ്ട. ഒന്ന് മൾട്ടിപ്ലിക്കേറ്റീവ് റിലേഷൻഷിപ്പാണ്, ഒന്ന് ആഡിറ്റീവ് റിലേഷൻഷിപ്പാണ് പറയണത്. ഇൻ ട്രഡീഷണൽ ക്ലാസിക്കൽ ടൈം സീരീസ് അനാലിസിസ് ഇറ്റ് ഈസ് ഓർഡിനറിലി അസ്യൂം ദാറ്റ് ദർ ഇസ് മൾട്ടിപ്ലിക്കേറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോമ്പോണൻറ്റ്സ്. That is, it is assumed that a particular value in a series is the product of factors that can be attributed to the various components. അതായത് ഒരു വേരിയബിളിലുള്ള ചേഞ്ചിൻ്റെ കാരണം ആ വേരിയബിളിൽ എന്തൊക്കെ കോമ്പോണൻസിന് ഇൻഫ്ലുവൻസ് വരുത്താം അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ആണെന്നാണ്. അതായത് ഒറിജിനൽ ഡാറ്റ നമുക്ക് കിട്ടുക എല്ലാത്തിനും, ട്രെൻഡിൻ്റെയും സീസണൽ വേരിയേഷനും സൈക്ലിക് വേരിയേഷൻ്റെ ഇറഗുലർ വേരിയേഷൻ്റെ പ്രൊഡക്റ്റ്, അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ ഡാറ്റ കിട്ടുക എന്നാണ് ഈ തോട്ടിൻ്റെ അർത്ഥം. ഓക്കെ, ആഡിറ്റീവ് മോഡൽ അങ്ങനെയല്ല പറയുക. അത് ഇഫ് എൻ ഒബ്സർവേഷൻ താഴത്ത് കാണാം, ഒ ഈസ് ഈക്വൽ ടു ടി പ്ലസ് എസ് പ്ലസ് സി പ്ലസ് ഐ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മൗണ്ടാണ് നമുക്ക് ഒറിജിനൽ ഡാറ്റ ഉണ്ടാവുന്നത്. അതായത് ഒരു വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാവുന്നത് ഈ വാല്യൂസൊക്കെ ആഡ് ചെയ്യുമ്പോഴാണെന്നാണ് ഒരു അപ്രോച്ചിൻ്റെ നിഗമനം. മറ്റേ അപ്രോച്ച് നിഗമൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും എല്ലാ വേരിയേഷൻസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റാണ് ഈ ഡാറ്റയിലുള്ള ചേഞ്ചിൻ്റെ കാരണം. ഇത് ഇത്രയും മനസ്സിലാക്കണ്ടോ, അല്ലാണ്ട് ഫോർമുല ഇതൊന്നും പഠിക്കണ്ട. ഇനി ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ. എ ടൈം സീരീസ് ഇസ് എഫക്റ്റഡ് ബൈ സെക്കുലർ ട്രെൻഡ് ആസ് വെൽ ആസ് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ. ട്രെൻഡ് കൊണ്ടും ടൈം സീരീസിലെ ഒരു വേരിയബിളിന് ചേഞ്ച് വരാം, ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ കൊണ്ടും ചേഞ്ച് വരാം. ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ കംപ്രൈസ് ഓഫ്, ഈ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ്റെ കാരണം എന്തായിരിക്കാം? സീസണൽ വേരിയേഷൻ ആവാം, സൈക്ലിക് വേരിയേഷൻ ആവാം, ഇറഗുലർ വേരിയേഷൻ ആവാം. ഇഫ് ദ ട്രെൻഡ് വാല്യൂസ് ആർ എലിമിനേറ്റഡ് ഫ്രം ഒറിജിനൽ വാല്യൂസ് ദെൻ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻ. ഈ ട്രെൻഡ് വാല്യൂവിനെ ഒഴിച്ച് നിർത്തിയ ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് അർത്ഥം? ബാക്കിയുള്ളത് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷനാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ബാക്കി മൂന്നെണ്ണം, സീസണലും സൈക്ലിക്കും ഇറഗുലറും. ഇഫ് ദ ഒറിജിനൽ വാല്യൂസ് ആൻഡ് ട്രെൻഡ് വാല്യൂസ് ആർ ദ സെയിം ദർ വിൽ ബി നോ ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ. ഒറിജിനലും ട്രെൻഡും സെയിം ആച്ച അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ ബാക്കിയുള്ള ഫ്ലക്ച്വേഷനൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നൗ എന്താണ് യൂസ് ഓഫ് ടൈം സീരീസ് ഫോർ ബിസിനസ്മെൻ? ബിസിനസ്സിൽ അല്ലെങ്കിൽ എക്കണോമിക്സിലൊക്കെ എന്താണ് ടൈം സീരീസിൻ്റെ ഗുണം? ഇറ്റ് റിവീൽസ് ദ ഗുഡ് ഡീൽ ഓഫ് വേരിയേഷൻ ഓവർ ടൈം. ഒരു പർട്ടിക്കുലർ സമയത്ത് എത്ര വേരിയേഷൻ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ പർപ്പസ് ഓഫ് ടൈം സീരീസ് ഇസ് ടു ഡിസ്കവർ ആൻഡ് മെഷർ ഓൾ സച്ച് ടൈപ്പ് ഓഫ് വേരിയേഷൻ വിച്ച് ക്യാരക്ടറൈസ് ടൈം സീരീസ്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം വേരിയേഷൻ ഉണ്ടായി എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം സീരീസ് ചെയ്യുന്നത്. ദ സെൻട്രൽ ഒബ്ജക്റ്റീവ് ഈസ് ടു ഡീകമ്പോസ് വേരിയസ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ ടൈം സീരീസ് ആൻഡ് യൂസ് ദം ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ഓരോ ഐറ്റംസും എത്രത്തോളം വ്യത്യാസം വരുത്തുന്നത് അത് ഡീകമ്പോസ് ചെയ്ത് മനസ്സിലാക്കി അത് ഉപയോഗിച്ച് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനും ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാനും നമ്മൾ ടൈം സീരീസ് ഉപയോഗിക്കുന്നത്. Most of the time series are from field of economics and business. Business forecasting is a common affair. It has considerable influence on the future business activities. Prediction about these activities are made on the basis of time series analysis. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഇനി ഭാവി കാലത്ത് എത്രത്തോളം വ്യത്യാസങ്ങൾ വരും, വേരിയബിൾസ് എത്രത്തോളം കൂടുകയോ കുറയോ, എന്ത് ചാൻസ് ആണുള്ളത്, ഇതൊക്കെ നമ്മൾ ഈ ടൈം സീരീസ് അനാലിസിസിൻ്റെ ബേസിസിലാണ് പ്രെഡിക്റ്റ് ചെയ്യുക. ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസീസ് ബേസ്ഡ് ഓൺ പ്രഡിക്ഷൻ ഓഫ് അബൌട്ട് ദി ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. ഇനി വരും വർഷങ്ങളിൽ നമ്മൾ എത്രത്തോളം ഓരോ പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം, ഇതൊക്കെ നമ്മൾ എന്തിൻ്റെ ബേസിസാണ്? ഈ ടൈം സീരീസ് നോക്കിയിട്ട് മുൻകാലങ്ങളിൽ എത്രത്തോളം നമ്മൾ ചെയ്തിരുന്നു, ഇനിയുള്ള കാലങ്ങളിൽ എത്രത്തോളം നമ്മുടെ കൺസംഷൻ കൂടും, അത് കുറയോ, നമ്മുടെ രാജ്യത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. ദ നോളജ് ഓഫ് സീസണൽ വേരിയേഷൻ ഈസ് യൂസ്ഫുൾ ടു
ടു മാനുഫാക്ചറിങ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അപ്പോൾ അത് മാനുഫാക്ചറിങ് സ്ഥാപനങ്ങൾക്കും അത് ആവശ്യമാണ്. ദർ ആർ വേരിയസ് വേസ് ഓഫ് യൂസിങ് ടൈം സീരീസ് ഡാറ്റ ഫോർ ഫോർകാസ്റ്റിംഗ് പർപ്പസ്. സംടൈംസ് ദ കറണ്ട് ലെവൽ ഓഫ് ആക്ടിവിറ്റി ഈസ് ടേക്കൺ ആസ് ദ ബേസ് ആൻഡ് ഇറ്റ് ഈസ് പെർസ്യൂംഡ് ദാറ്റ് ദിസ് പാറ്റേൺ വിൽ കണ്ടിന്യൂ ഇൻ ദി ഫ്യൂച്ചർ. ചിലപ്പോൾ നമുക്കറിയാം ഇതേ പാറ്റേൺ ഇനി ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യണം.